ഇന്ന് നമുക്ക് 2 മുരിങ്ങക്കായും ഒരു പച്ചമാങ്ങയും ഒരു കഷ്ണം കുമ്പളങ്ങയും കൊണ്ട് നല്ല സ്വാദുള്ളൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ കുമ്പളങ്ങ ക്ലീൻ ചെയ്തെടുത്ത് ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയെടുത്ത് ഞാൻ ഒരു കറിക്കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുരിങ്ങക്കായ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2-3 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത്. ഇനി നമ്മൾ ചേർക്കുന്നത് ചെമ്മീനാണ്. ഒരു 10 ചെമ്മീൻ ഞാൻ ചേർക്കുന്നുണ്ട്. ചെമ്മീൻ കഴിക്കാത്തവരാണെങ്കിൽ ചെമ്മീൻ ചേർക്കണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ സ്വാദുണ്ടാവും. പക്ഷേ ചെമ്മീൻ ചേർക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഈ ചെമ്മീനും വേകണം, ഈ കുമ്പളങ്ങയും മുരിങ്ങക്കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് നമ്മൾ ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് കഴിഞ്ഞ ശേഷം സിമ്മിലാക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും, ചെമ്മീൻ നന്നായിട്ട് വെന്ത് കിട്ടും. അതൊന്നും കൂടി അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇളക്കി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കുന്നത് പച്ചമാങ്ങയാണ്. അപ്പോൾ ഒരു ചെറിയ പച്ചമാങ്ങ തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് കറി വെക്കാത്തവരാണെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. കുമ്പളങ്ങയും മാങ്ങയും മുരിങ്ങക്കായും ചെമ്മീനും കൂടി അടിപൊളി സ്വാദാണ്. അപ്പോൾ ഇനി മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം. അത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങയും വെന്തിട്ടുണ്ട്. എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുമ്പളങ്ങയും മുരിങ്ങക്കായും മാങ്ങയും ചെമ്മീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം അതോട് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സർ ജാറ് കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചാറ് അധികം ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി എടുത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറിയ ചാറിലാണ് എടുക്കുന്നത്, അതാണ് അധികം വെള്ളം ചേർക്കാതെ എടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കടുക് വറുത്തിടണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആവശ്യമുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഞാൻ ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റിയിട്ട് കടുക് വറുക്കാം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിക്കുക. ഇനി ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ നമ്മുടെ കറി സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാനായിട്ട് നല്ല സ്വാദാണ്. ഇതേപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല കുറുകിയ ചാറിൽ ചെമ്മീനും കുമ്പളങ്ങയും മാങ്ങയും ഒക്കെ കൂടിയ നല്ല അടിപൊളി സ്വാദാണ്. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.